സ്കൂട്ടർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഒരു കമ്പാരിസൺ വീഡിയോ ആണിത്. അപ്പോൾ ഇന്നത്തേൽ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് യമഹയുടെ 2 മൈലേജ് സ്കൂട്ടറുകളാണ്. 125 cc ഹൈബ്രിഡ് ടെക്നോളജി ഉള്ള 2 സൂപ്പർ മൈലേജ് സ്കൂട്ടേഴ്സാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. അതിൽ ആദ്യം വരുന്ന ഈ നീല കളർ കാണുന്നത് യമഹയുടെ ഫസീനോ ആണ്. റെഡ് കളർ കാണുന്ന ഫസീനോ S125 ഹൈബ്രിഡ് ആണ്. ഇത് അപ്പിയറൻസ് വെച്ച് രണ്ടും കണ്ടാൽ ഒരേപോലെ ഇരിക്കും. അപ്പോൾ ഇതിൽ റെഡ് കളർ കാണുന്ന ഫുൾ ഓപ്ഷൻ ഏറ്റവും ടോപ്പിൻ്റെ മോഡലാണ്. ബ്ലൂ കളർ കാണുന്നത് സെക്കൻഡ് ഓപ്ഷനാണ്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷനും ഫുൾ ഓപ്ഷനും തമ്മിൽ എന്തൊക്കെ ഫീച്ചേഴ്സിൽ ഡിഫറൻസ് ഉണ്ട്, എന്ത് പ്രൈസ് വ്യത്യാസം വരും, അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന എല്ലാ വ്യൂവേഴ്സും മറക്കാതെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കാം, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തേക്കാം. 125 cc സ്കൂട്ടർ സെഗ്മെൻറ്റിൽ തന്നെ ഒരു 65 മേളിൽ മൈലേജ് കസ്റ്റമർ ഫീഡ്ബാക്ക് കിട്ടുന്ന സ്കൂട്ടറുകളിൽ നമ്പർ 1 ആണ് ഫസീനോ ഹൈബ്രിഡ്. ഫസീനോ 125 cc ഹൈബ്രിഡ് മോഡൽസ്. അപ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെയാണ് അഡീഷണൽ ആയിട്ട് ഫീച്ചേഴ്സ് കിട്ടുന്നത്, എത്ര പ്രൈസ് വരും എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഷെയർ ചെയ്യാം. ഇപ്പോൾ ഈ റെഡ് കളർ വണ്ടി കാണുന്ന ഫസീനോ S, അതായത് ഫുൾ ഓപ്ഷനാണ്. അതിൻ്റെ മിറേഴ്സ് വരുന്നത് ഗ്ലോസി ബ്ലാക്ക് കളറാണ്. പിന്നെ നിങ്ങൾ ഹാൻഡിൽ കവർ ശ്രദ്ധിച്ചാൽ ഹാൻഡിൽ കവറിന് ടോപ്പിലായിട്ട് ഹെഡ്ലൈറ്റിന് ചുറ്റും ഒരു ഗ്ലോസി ബ്ലാക്ക് കളറിലുള്ള ഫുൾ കവറിങ് വരുന്നുണ്ട്. അത് ഫസീനോ S മോഡലിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ നേരെ നോർമൽ ഫസീനോക്ക് പോകുമ്പോൾ ഈ മിററെല്ലാം ക്രോം ആയിരിക്കും. പിന്നെ ഹാൻഡിൽ കവറിന് ചുറ്റുമുള്ള ആ ബ്ലാക്ക് പോർഷൻ വരും ക്രോം കളർ വരും. പക്ഷെ 2 മോഡലായ തന്നെയും ബാക്കിയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഹെഡ്ലൈറ്റ് വരുന്നത് LED ഹെഡ്ലൈറ്റ്സ് ആയിരിക്കും. ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സും LED ടൈപ്പ് തന്നെ വരും. പിന്നെ ഇൻഡിക്കേറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 ഹാലജൻ ലൈറ്റ്സ് വരും. പിന്നെ ഇതിന് ആ ക്രോമ് മാറിയിട്ട് അവിടെ ഗ്ലോസി ബ്ലാക്ക് കവറിങ് ആയിരിക്കും. ഒരു എസിൻ്റെ ഹാഫ് എസിൻ്റെ ഷേപ്പിലുള്ള ഗ്ലോസി ബ്ലാക്ക് കവറിങ് ആയിരിക്കും ഫസീനോ എസ്സിന് വരിക. ആ സമയം നമ്മൾ ഫസീനോയ്ക്ക് പോകുമ്പോൾ ആ ഒരു പോർഷൻ ഇൻഡിക്കേറ്ററിൻ്റെ സൈഡിലുള്ള പോർഷൻ ഫുൾ ഹാഫ് എസിൻ്റെ ഷേപ്പിലുള്ള ക്രോം കളറായിരിക്കും, ക്രോം പ്ലേറ്റഡ് ആയിരിക്കും. 2 സ്കൂട്ടറിൻ്റെയും ഫ്രണ്ട് മഡ് ഗാർഡ് വരുന്നത് മെറ്റലാണ്. 12 ഇഞ്ച് അലോയ് വീൽസാണ് ഫ്രണ്ടിൽ വരിക. ഡിസ്ക് ബ്രേക്സ് കോമൺ ആണ്. ഫസീനോ S ആയാലും 125 ആയാലും ഡിസ്ക് ബ്രേക്ക് കോമൺ ആയിട്ട് വരും. ഫ്രണ്ട് ട്യൂബ്ലെസ് ടയേഴ്സും വരുന്നുണ്ട്. സെയിം തന്നെയാണ് ഇപ്പോഴത്തും വരിക. ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷൻ വരുന്നുണ്ട്. ഹൈലി സ്റ്റേബിളായിട്ടുള്ള 2 ടെലസ്കോപ്പിക് സസ്പെൻഷൻ 2 മോഡലും വരുന്നുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം സെയിം ടു സെയിം ആണ്. ഇപ്പോൾ അതിൻ്റെ കോക്ക്പിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാറ്റ് ബ്ലാക്ക് കളറിലുള്ള ഒരു കാർബൺ ഫൈബർ ടച്ചുള്ള ഫ്രണ്ട് കോക്ക്പിറ്റ് വരും. ഫസീനോ മോഡലാകുമ്പോൾ അതിൻ്റെ ഫുള്ളി ഡിജിറ്റൽ മീറ്ററിന് ചുറ്റും ഫസീനോ എസിന് മാറ്റ് ബ്ലാക്ക് കവറിങ് വരുമ്പോൾ ഫസീനോയ്ക്ക് ആകുമ്പോൾ സിൽവർ കളർ കവറിങ് ആയിരിക്കും വരിക. ബാക്കി സ്വിച്ചസ്, കീ ബട്ടൺ കാര്യങ്ങളെല്ലാം സെയിം ടു സെയിം ആണ്. മീറ്റർ ഡിജിറ്റൽ മീറ്റർ, ഫുള്ളി ഡിജിറ്റൽ മീറ്റർ 2 മോഡലിലും സെയിം ടു സെയിം ആണ് വരുന്നത്. ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം സെയിം ടു സെയിം ആണ് 2 മോഡലും വരുന്നത് നമുക്ക്. പിന്നെ ബൂട്ട് സ്പേസ്, അതുപോലെ തന്നെ ലെഗ് റൂം, ഗ്രൗണ്ട് ക്ലിയറൻസ് 165 mm ആണ് ക്ലിയറൻസ് വരുന്നത്. 99 കിലോയാണ് വണ്ടിയുടെ ഓവറോൾ വെയിറ്റ് വരുന്നത്. ഇതെല്ലാം 2 വണ്ടിക്കും സെയിം ടു സെയിം ആണ് വരുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫസീനോൻ്റെ സീറ്റാണ്. 2 പേർക്ക് സുഖമായിട്ട് ഇരുന്ന് പോകുന്ന നല്ല വീതിയുള്ള നീളമുള്ളതുമായിട്ടുള്ള ഹൈലി കംഫർട്ടബിൾ ആയിട്ടുള്ള കുഷനിങ്ങുള്ള സീറ്റാണ് ഫസീനോയ്ക്ക് വരുന്നത്. അത് നോർമൽ ഫസീനോ 125 ബ്ലാക്ക് കളർ സീറ്റിൽ വൈറ്റ് സ്റ്റിച്ചിങ് ആയിരിക്കും. പിന്നെ ഗ്രാബ് റെയിൽ മാറ്റ് ബ്ലാക്ക് കളർ ആയിരിക്കും. വി ഷേപ്പിലുള്ള നല്ല വലിപ്പമുള്ള ഹാലജൻ ബൾബ്സ് യൂസ് ചെയ്തിട്ടുള്ള ടെയിൽ ലൈറ്റ്സ് കോമൺ ആണ്. പിന്നെ ഫസീനോൻ്റെ ഒരു ക്രോമിലുള്ള 3D ബാഡ്ജിങ്ങും 2 സ്കൂട്ടറിനും വരുന്നുണ്ട്. സൈലൻസർ കാര്യങ്ങളെല്ലാം സെയിം ടു സെയിം ആണ്. ബാക്ക് അലോയ് വീൽ വരുമ്പോൾ 2 സ്കൂട്ടറിനും ചേഞ്ച് വരും. 10 ഇഞ്ച് അലോയ് വീൽസാണ് വരുന്നത്. ടയേഴ്സിന് കുറച്ച് ഒരു 10 mm വീതി കൂടും. 90 എന്നുള്ള 100 mm ആയിട്ട് മാറുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മീറ്റർ ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് നോക്കാം. ഇതാണ് എൻ്റെ മീറ്ററിൻ്റെ കണ്ടീഷൻ. ഫുള്ളി ഡിജിറ്റൽ മീറ്ററാണ്. സൈഡിൽ നമുക്ക് ഇൻഡിക്കേറ്റർ, ബ്രേക്ക് ലൈറ്റ്, അതുപോലെ തന്നെ ഉള്ള ഫീച്ചേഴ്സ് എല്ലാം, റേഞ്ച് വാർണിംഗ് ലൈറ്റ്, ഫ്യൂൽ പമ്പിൻ്റെ ലൈറ്റ് എല്ലാം വരുന്നുണ്ട്. പിന്നെ ഇതിൽ 1-2 ഫീച്ചേഴ്സ് അഡീഷണൽ. വി ബെൽറ്റ്, അതായത് വി ബെൽറ്റിൻ്റെ ക്വാളിറ്റി, ഫാൻ ബെൽറ്റിൻ്റെ ക്വാളിറ്റി വരും മീറ്ററിൽ കാണിച്ചു തരും. ഓയിലിൻ്റെ ക്വാളിറ്റി എല്ലാം അതിൽ കാണിക്കും. ഫസീനോ S ആണെങ്കിൽ പോലും സെയിം ടു സെയിം മീറ്റർ തന്നെയാണ് വന്നത്. പിന്നെ ഇതിന് പ്രത്യേകത വെച്ചാൽ കുറച്ച് ഒരു റിച്ച് ലുക്ക് വരും. എന്നുവെച്ചാൽ കുറച്ച് ക്രോമൊക്കെ മാറിയിട്ട് ഗ്ലോസി ബ്ലാക്ക് ആയിരിക്കും. അഡീഷണൽ ബോഡി ഗ്രാഫിക്സ് കണ്ടില്ലേ, താഴത്തെ പോർഷനിൽ അഡീഷണൽ ബോഡി ഗ്രാഫിക്സ് വരുന്നുണ്ട്. പിന്നെ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ സെയിം ടു സെയിം ആണ്. ബാക്ക് സൈഡ് 3 പോയിൻ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന 3 ടൈപ്പിൽ നമുക്ക് സസ്പെൻഷൻ ഹാർഡ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന യൂണിറ്റ് സ്വിങ് സസ്പെൻഷനാണ്. സ്പ്രിങ് യൂസ് ചെയ്തിട്ടുള്ള സസ്പെൻഷനാണ്.
രണ്ട് സ്കൂട്ടറിനും വരുന്നത്. നമ്മൾ ബാക്ക് സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ രണ്ടും ഓൾമോസ്റ്റ് സെയിം ലുക്ക് തന്നെയാണ് സ്കൂട്ടറിന് വരുന്നത്. ടെയിൽ ലൈറ്റ്സ്, റിയർ മഡ് ഗാർഡ്, സൈലൻസർ, അലോയ് വീല് ചെറിയ ടയർ എല്ലാം സെയിം ടു സെയിം ആണ്. ഫസീനോസിനാകുമ്പോൾ സീറ്റിൻ്റെ കവറിൻ്റെ കളർ മാറുന്നുണ്ട്. പിന്നെ സീറ്റിൻ്റെ കവർ വരുന്നത് ലെതർ അപ്പോൾസറി ആയിരിക്കും വരിക. ഇതൊക്കെയാണ് മെയിനായിട്ട് ഈ രണ്ട് വാഹനവും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ സൈഡിൽ നിന്ന് ലുക്ക് പോകുമ്പോൾ സെയിം തന്നെയാണ്. പിന്നെ നോർമൽ ഫസീനോ 125 ക്രോം ഐറ്റംസ് കൂടുതലായിരിക്കുമ്പോൾ ഫസീനോ എസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുക ആ ഗ്ലോസി ബ്ലാക്കുള്ള ഐറ്റംസ് ആയിരിക്കും. പിന്നെ ബ്ലാക്ക് വണ്ടി എടുക്കുകയാണെങ്കിൽ അലോയ് വീൽസ് ഗോൾഡൻ കൂടെ ആയി വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1,06,000 തൊട്ട് 1,12,000 രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസിങ് വേണ്ടത്. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. പുതിയതായിട്ട് വീഡിയോ കാണുന്ന എല്ലാ വ്യൂസും മറക്കാതെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. ഇപ്പോൾ തന്നെ പ്രസ് ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നേരിട്ട് കാണുന്നവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.